നിങ്ങളുടെ ബിസിനസ്സിനെ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാറ്റുക അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഷോപ്പിഫൈ ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ യു ക്യാൻ ഹാവ് അറ്റ് യുവർ ഓൺ കോസ്റ്റ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷോപ്പിഫൈയിൽ വരാൻ പോകുന്ന 5 മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു പ്രൊഡക്റ്റ് ഇമേജസിൽ ക്വാളിറ്റി കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ പ്രൊഡക്റ്റിനെ നമ്മൾ തന്നെ മൊബൈലിലോ മറ്റോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ആ രീതി ഒഴിവാക്കണം. നമ്മൾ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ തന്നെ പ്രൊഡക്റ്റ് ഷൂട്ട് നടത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങും കൺവേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ലാംഗ്വേജ് സ്വിച്ചറാണ്. പ്രത്യേകിച്ച് GCC കൺട്രീസിലൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ അറബിക് ഇംഗ്ലീഷ് സ്വിച്ച് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അറബിക്കും ഇംഗ്ലീഷും 2 ബൈലിംഗ്വൽ ലാംഗ്വേജസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ ആയിട്ടുള്ള ആൾക്കാരെയും ഫോറിൻ പീപ്പിൾസിനും നമ്മൾ സെയിൽസ് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന 90% ട്രാഫിക്കും മൊബൈൽ ഡിവൈസസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ മൊബൈൽ ത്രൂ ആക്സസ് ചെയ്യുമ്പോൾ ഡേറ്റ മിസ്സാവാതിരിക്കണം. അതുപോലെ തന്നെ എല്ലാ കണ്ടൻറ്റും കാണണം. ആൻഡ് യൂസർ എക്സ്പീരിയൻസും കുറയാൻ പാടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇല്ലാതെ നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഈ കസ്റ്റമറിനെ എൻഡിൽ പിടിച്ച് നിർത്താൻ പറ്റുമെന്ന് വരില്ല. അതായത് അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് പൂർണ്ണമായിട്ടും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റ് എനി കോസ്റ്റ് യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ പേയ്മെൻറ്റ് ഗേറ്റ്വേ. ആൻഡ് ദ ഫൈനൽ വൺ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ലാതെ നിങ്ങളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഇൻ്റഗ്രേഷനും ഷോപ്പിഫൈയിൽ ഈസി ആയിട്ട് നടത്താൻ പറ്റും. അതിന് മേക്ക് യൂസ് ഓഫ് ആൻഡ് ക്രിയേറ്റ് എ ക്ലിയർ കട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ യുവർ ഷോപ്പിഫൈ സ്റ്റോർ. ഇതില്ലാതെ നമ്മളൊരു ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് നോ സെയിൽസ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ മോർ ഇ-കൊമേഴ്സ് വീഡിയോസ് പ്ലീസ് ഫോളോ ദിസ് പ്രൊഫൈൽ. താങ്ക് യു.